السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ സാദുൽ മആദിനെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇഖ്തിസാർ ചെയ്ത മുഖ്തസർ സാദുൽ മആദ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഫസ്ല് എന്നത് ജനാസയുമായി ബന്ധപ്പെട്ടിട്ട്, അഥവാ ഒരു മയ്യത്ത്, ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിൻ്റെ സംസ്കരണം, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളാണ് പറഞ്ഞത്. കഴിഞ്ഞ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ രോഗിയായി മരണത്തിനോടടുത്ത് കിടക്കുന്നത് മുതൽ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ കടബാധ്യതയുള്ള ആളുകളുടെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലങ്ങളിൽ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ഇസ്ലാമിൽ ധാരാളം സമ്പത്തും എല്ലാം എത്തിയപ്പോൾ ബൈത്തുൽ മാലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടം ഏറ്റെടുക്കുകയും അത് വീട്ടുകയും ചെയ്യാറുണ്ടായിരുന്നു, എന്നിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇനി അടുത്ത ഭാഗം തുടർന്ന് വരുന്നത് ജനാസ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, അഥവാ മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. എങ്ങനെയാണ് മയ്യിത്ത് നിസ്കാരം? فإذا أخذ في الصلاة عليه كبر وحمد الله وأثنى عليه. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് മയ്യത്തിന്റെ മേലെ നിസ്കരിക്കാൻ തുടങ്ങിയാൽ, ഉദ്ദേശിച്ചാൽ, കബ്ബറ, ആദ്യം തക്ബീർ ചൊല്ലും, അല്ലാഹു അക്ബർ എന്ന് പറയും. വഹമിദല്ലാഹ വഅസ്ന അലൈഹി, എന്നിട്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയുമെല്ലാം ചെയ്യും. തക്ബീർ പറയുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും എല്ലാം ചെയ്യും. മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം നമുക്ക് അറിയപ്പെട്ട രീതി നമുക്കറിയാം. 4 തക്ബീറുകളാണ് ഉണ്ടാവുക. ഒന്നാമത്തേതിൽ തക്ബീർ ചൊല്ലിയതിനു ശേഷം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യും. രണ്ടാമത്തേതിൽ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലും. മൂന്നാമത്തേതിൽ തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ ഉണ്ടാവും. നാലാമത്തേതിൽ തക്ബീറിന് ശേഷം പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല, സലാം വീട്ടുകയാണ് ചെയ്യാറ്. നമ്മുടെ നാടുകളിൽ 2 ഭാഗത്തേക്കുമായിട്ട് സലാം വീട്ടുന്ന രീതിയാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില രീതികൾ, വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ തക്ബീറിന്റെ എണ്ണത്തിലും ചില രൂപത്തിലെല്ലാം വ്യത്യസ്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ പറഞ്ഞിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തക്ബീർ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനെ ഹംദ് ചെയ്യുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്തു എന്നാണ് വന്നിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹ മയ്യിത്ത് നിസ്കാരത്തിൽ നിർബന്ധമാണോ അല്ലയോ എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ ഖിലാഫുണ്ട്. വാജിബാണോ അതോ സുന്നത്താണോ എന്നുള്ളത്. റാജിഹായിട്ട് പലപ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞ് കണ്ടിട്ടുള്ളത് സുന്നത്താണ് എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ലെങ്കിൽ അത് നിർബന്ധമായും ചൊല്ലുന്ന ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു കുഴപ്പമുണ്ടാക്കാനും അതിന് വേണ്ടി അത് ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. പക്ഷേ നമുക്ക് പഠിച്ചിട്ടുള്ള ഫാത്തിഹ ഓതാം എന്നുള്ള അഭിപ്രായമാണ് നമ്മുടെ നാടുകളിൽ പൊതുവെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഓതാവുന്നതാണ്. പക്ഷെ ആ ഒരു ചർച്ച ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ജനാസ നിസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണല്ലയോ എന്നുള്ള ചർച്ച ഉണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമല്ല, അത് സുന്നത്താണ് എന്നുള്ളതാണ് ഇബ്നുൽ ഖയ്യിമിന്റെയും ഇബ്നു തൈമിയയുടെ ഒക്കെ അഭിപ്രായം. അതുകൊണ്ടാണ് പ്രത്യേകം ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായിക്കൊണ്ടാണ് ഓതിയിരുന്നത് എന്നറിയിച്ച ഒരു അസർ ഇബ്നുൽ ഖയ്യിം കൊടുക്കുന്നുണ്ട്. വസല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല അഫൻ അലാ ജനാസത്തിൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഒരു ജനാസ നിസ്കരിക്കേണ്ടായി. فقرأ بعد التكبيرة الأولى بالفاتحة وجهر بها. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം, ആദ്യത്തെ തക്ബീറിന് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഉറക്കെ ഓതി. സാധാരണ മയ്യിത്ത് നിസ്കാരത്തിൽ സിറായിട്ടാണ് ഓതാറ്, ഉറക്കെ ഓതേണ്ട ആവശ്യമില്ല, ഉറക്കെ ഓതി. വഖാല, എന്നിട്ട് പറഞ്ഞു, ലിതഅലമു അന്നഹാ സുന്നത്തുൻ,
അത് സുന്നത്താണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതായത് സുന്നത്തുകൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഓരോ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്താണ് എന്ന് അത് അറിയുന്ന ആളുകൾ, പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതിനെക്കുറിച്ച് ഏറ്റവും നല്ല അറിവുള്ള ആളാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഉറക്കെ പാരായണം ചെയ്തത്. എന്നിട്ട് പറഞ്ഞു അത് സുന്നത്താണെന്ന്. ഖാല ഷെയ്ഖുന, ഇബ്നു ഖയ്യിം പറയാണ്, നമ്മുടെ ഷെയ്ഖ് ഇബ്നു ഖയ്യിം ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ. ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു, ലാ തജിബു ഖിറാഅത്തുഹാ ബൽ ഹിയ സുന്നത്തുൻ. ഖിറാഅത്ത് നിർബന്ധമല്ല, സുന്നത്താണ് എന്ന് ഈ അസറിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു. അതായത് അവരുടെ അഭിപ്രായം അത് സുന്നത്താണ് എന്നാണ്. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ അത് മറ്റുള്ള നിസ്കാരം പോലെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ പാരായണം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അതിന്റെ മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപങ്ങളും അതിൽ വന്നിട്ടുള്ള ചില ദുആകളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചില അസറുകളാണ് പറയുന്നത്. വദക്കറ അബൂ ഉമാമത ഇബ്നു സഹ്ലിൻ അൻ ജമാഅത്തി മിന സ്വഹാബത്തി അസ്സലാത്ത് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹാ. അബൂ ഉമാമ ഇബ്നു സഹൽ അതുപോലെ ധാരാളം സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഇജ്മാ ഉള്ള കാര്യമാണ് മയ്യിത്ത് നിസ്കാരത്തിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ സ്വലാത്ത് ചൊല്ലിയിരുന്നു എന്നുള്ളത് സഹാബികളിൽ നിന്ന് ഇജ്മാഅോടുകൂടി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വറവാ യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി അൻ സഈദ് അൽ മഖ്ബരി عن أبي هريرة رضي الله عنه أنه سأل عبادة بن صامت رضي الله عنه عن صلاة الجنازة فقال. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉബാദത്ത് ബിൻ സാമിത്തിനോട് എങ്ങനെയായിരുന്നു സലാത്തുൽ ജനാസ, മയ്യിത്ത് നിസ്കാരം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല, അപ്പോൾ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന വല്ലാഹി ഉഖ്ബിറുക, അല്ലാഹു ആണ് ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. തബ്ദഉ ഫതുകബ്ബിറു, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീർ ചൊല്ലിക്കൊണ്ട് ആരംഭിക്കും, തുടങ്ങുക നീ. ثم تصلي على النبي صلى الله عليه وسلم, പിന്നെ നീ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ സ്വലാത്ത് ചൊല്ലണം. വതഖൂലു, അത് പിന്നെ ഫാത്തിഹനെ പറ്റി ഇതിൽ പരാമർശിച്ചിട്ടില്ല. ഫാത്തിഹ പാരായണം ചെയ്ത് അതിനുശേഷമുള്ള തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലി പിന്നെയുള്ള തക്ബീറിന് ശേഷം വതഖൂൽ, നീ പറയുക, അല്ലാഹുമ്മ ഇന്ന അബ്ദക ഫുലാനൻ, അല്ലാഹുവേ നിന്റെ ഇന്നാലിന്റെ അടിമ, അഥവാ ഏത് മയ്യിത്തിനാണ് നിസ്കരിക്കുന്ന അടിമ, കാന ലാ യുശ്രികു ബിക വ അൻത അഅലമു ബിഹി, അവൻ നിന്നിൽ പങ്കു ചേർക്കാറുണ്ടായിരുന്നില്ല, നിനക്ക് അവനെ കുറിച്ച് നന്നായി അറിവുള്ളവനാണല്ലോ നീ. വഇൻ കാന മുഹ്സിനൻ ഫസിദ് ഫി ഇഹ്സാനിഹി, അവൻ ഇഹ്സാൻ ചെയ്യുന്നവനാണെങ്കിൽ അവനുള്ള ഇഹ്സാനും നീ വർദ്ധിപ്പിക്കണമേ. വഇൻ കാന മുസീഅൻ ഫതജാവസ് അൻഹു, അവൻ ഇനി ഒരു പാപിയാണെങ്കിൽ അല്ലാഹു നീ അവന് വിട്ടുവീഴ്ച നൽകണമേ, ഒഴിവാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുളില്ലന ബഅദഹു, അല്ലാഹുവേ അവനെ കൊണ്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ അത് നീ തടയരുതേ. അതുപോലെ തന്നെ അവന് ശേഷം, ഇന്നാൾക്ക് ശേഷം ഞങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യരുതേ എന്നുള്ളത് പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് ചിലപ്പോൾ നല്ല ഉപകാരമുള്ള ആളായിരിക്കാം, ദീനിയായ ഉപകാരമുള്ള ആളായിരിക്കാം, അത് തടഞ്ഞു പോകാതെ അയാൾക്ക് ശേഷം ഞങ്ങൾ തെറ്റിപ്പോകുന്ന അവസ്ഥ ഇല്ലാതെ ആക്കരുതേ എന്നുള്ള ദുആ പിന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് ദുആകൾ മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിൽ ചൊല്ലേണ്ടതായിട്ടുള്ള ദുആ ധാരാളം റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇതല്ലാതെ ഈ കിതാബിൽ ഈ കൊടുത്തിട്ടില്ലാത്ത വേറൊരു രൂപം, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വ മയ്യിതിന, അല്ലാഹുവേ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും നീ പുറത്തു കൊടുക്കണമേ. വസഗീരിന വ കബീരിന, ഞങ്ങളിൽ കുട്ടികൾക്കും വലിയവർക്കും. വദക്കരിന വ ഉൻസാന, ഞങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. വഗായിബിന വ ഷാഹിദിന, ഞങ്ങളിവിടെ ഇല്ലാത്തവർക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവർക്കും. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫാഹിഹി അലൽ ഇസ്ലാം, അല്ലാഹു നീ ആരെയാണോ ഞങ്ങളിൽ ജീവിപ്പിക്കുന്നത് അവരെ
അവരെ ഇസ്ലാമിലായിക്കൊണ്ട് ജീവിപ്പിക്കണമേ. വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ, ഞങ്ങളെ മരിപ്പിക്കുന്നവരെ ഈമാനിലായിക്കൊണ്ട് മരിപ്പിക്കണമേ. മറ്റൊരു ദുആ വന്നിട്ടുള്ളത്, ഇത് കിതാബിൽ കൊടുത്തിട്ടുള്ളതല്ല കേട്ടോ, അതിന് പുറമേ വന്നിട്ടുള്ള ചില റിവായത്തുകളാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി, അല്ലാഹുവേ നീ അവനക്ക് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചൊരിയുകയും അവനോട് വിട്ടുവീഴ്ച കാണിക്കുകയും അവനെ ആഫിയത്ത് നൽകുകയും ചെയ്യണമേ. വാക്രിം നുസ്ലഹു, അവന്റെ ആ വരവിനെ ഏറ്റവും നല്ല ആദരവ് നൽകണമേ. വസ്ഇ മുദ്ഖലഹു, അവൻ പ്രവേശിപ്പിക്കപ്പെടുന്ന ഈ സ്ഥലം അത് വിശാലമാക്കി കൊടുക്കണമേ. വഗ്സിൽഹു ബിമാഇൻ വസൽജിൻ വബറദിൻ, അവനെ നീ വെള്ളം കൊണ്ടും അതുപോലെ തണുത്ത വെള്ളം കൊണ്ടും ഹിമം കൊണ്ടും മഞ്ഞുകൊണ്ടും നീ കഴുകണമേ. വനഖ്ഹി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദ് മിനദ് ദൻസ്, വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ അവന്റെ പാപങ്ങളിൽ നിന്ന് അവനെ ശുദ്ധിയാക്കണമേ. വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി, അവനുണ്ടായിരുന്ന ഭവനത്തേക്കാൾ ഉത്തമമായ ഭവനം അവന് പകരം നൽകണമേ. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അവനിവിടെ ഉണ്ടായിരുന്ന കുടുംബത്തേക്കാൾ ഇണയേക്കാൾ ഉത്തമരായിട്ടുള്ള ഇണയും കുടുംബം നൽകണമേ. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അവന്റെ ഇണയേക്കാൾ ഉത്തമയായിട്ട് ഇണയെ നൽകണമേ. വഖഹി ഫിത്നത്തുൽ ഖബ്രി വഅദാബൻ നാർ, ഖബറിന്റെ ഫിത്നയെ തൊട്ടും അതുപോലെ നരകത്തിന്റെ ശിക്ഷയെ തൊട്ടും അവനെ നീ കാത്തു രക്ഷിക്കണമേ എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ദുആകൾ ഇനി കിതാബിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പൊ ഈ ദുആകൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് വലിയ ആളുകൾക്കുള്ള ദുആകൾ എന്ന നിലക്ക് വന്നിട്ടുണ്ട്, അഥവാ വലിയ പ്രായപൂർത്തി എത്തിയിട്ടുള്ള വിചാരണ ചെയ്യപ്പെടാൻ അർഹതയായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടാലുള്ള ദുആകളുണ്ട്. കാരണം അവർക്ക് പാപമോചനത്തിനെല്ലാം തേടണം. എന്നാൽ ചെറിയ കുട്ടികൾ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജനാസ നിസ്കരിക്കുമ്പോൾ ദുആ വ്യത്യാസമുണ്ട്. അതിൽ വന്നിട്ടുള്ള ദുആ കാണാം. അല്ലാഹുമ്മ ജ്അൽഹു ലനാ ഫറതൻ വദുഖ്റൻ വഅജ്റാ, അല്ലാഹുവേ ഈ കുട്ടിയെ ഞങ്ങൾക്ക് മുന്നൊരുക്കി വെച്ചിട്ടുള്ള ഒരു പ്രതിഫലമായിട്ട് നീ മാറ്റണമേ, അഥവാ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് നാളെ പരലോകത്തേക്കുള്ള പ്രതിഫലമാക്കി മാറ്റണമേ. ചില റിവായത്തുകൾ കുറച്ചുകൂടി കൂടുതൽ കാണാം. വശഫീഅൻ മുജാബൻ, ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു ശുപാർശകനാക്കി മാറ്റണമേ. കുട്ടികൾ മരണപ്പെട്ട ആളുകൾ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ആ കുട്ടികൾ എന്ത് ചെയ്യും? സ്വർഗത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ്. അവരോട് കയറാൻ പറഞ്ഞാൽ അവർ കയറൂല. ഞങ്ങൾ ഉപ്പയും ഉമ്മയും കയറാതെ ഞങ്ങൾ കയറില്ല എന്ന് പറഞ്ഞ് അവർ ശുപാർശ ചെയ്യും അള്ളാഹുവിനോട്. അപ്പോ ആ കുട്ടികളോടും അതുപോലെ മാതാപിതാക്കളോടുമുള്ള കാരുണ്യം കൊണ്ട് അള്ളാഹു തആല മാതാപിതാക്കൾക്ക് പുറത്തു കൊടുത്ത് സ്വർഗപ്രവേശനം നൽകാൻ ഒരു കാരണമാകും. അതുപോലെ വേറെ ചില ഗർഭത്തിൽ മരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മരണത്തിൽ ആ പൊക്കിൾ കൊടി വലിച്ചുകൊണ്ട് ഉമ്മാനെ ആ കുട്ടി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് കാണാം. അതുപോലെ ധാരാളം അതുപോലെ സംഭവങ്ങൾ കാണാം. അപ്പൊ അതുപോലെ ഒരു ശുപാർശയാക്കണമേ. അല്ലാഹുമ്മ സഖിൽ ബിഹി മവാസീനഹുമാ, ഈ മാതാപിതാക്കളുടെ ഈ കുട്ടിയെ കൊണ്ട് ഈ മാതാപിതാക്കളുടെ ത്രാസ് നീ കനം തൂങ്ങിക്കണമേ. വഅദിം ബിഹി ഉജൂറഹുമാ, അവരുടെ പ്രതിഫലം വലുതാക്കണമേ. വജഅൽഹു ഫീ കഫാലത്തി ഇബ്രാഹിം, ഈ കുട്ടിയെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഫാലത്തിലാക്കണമേ. കാരണം ഇതുപോലെ ചെറുപ്പത്തിൽ മരിക്കുന്ന കുട്ടികളൊക്കെ നാളെ ആകാശലോകത്ത് ആരുടെ അടുത്താണ് ഉണ്ടാവുക? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്താണ് ഉണ്ടാവുക. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവിടുത്തെ ബൈത്തുൽ മഅ്മൂറിൽ ചാരിയിരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ചുറ്റും കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു, ഇതാരാണ്, ഇതെന്താണ് ഈ കുട്ടികൾ? അപ്പൊ പറഞ്ഞു, അത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഈ കുട്ടികൾ ചെറുപ്പത്തിലായി മരണപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ മക്കളാണ് എന്ന് പറഞ്ഞു. വഖഹി അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അവനെ രക്ഷിക്കണമേ എന്നും ദുആയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള ദുആ വ്യത്യാസമുണ്ട്, വലിയ ആളുകളുടെ ദുആ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രണ്ട് ദുആകളൊന്നും ഈ കിതാബിൽ പറഞ്ഞതല്ല, എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതാണ്. ഇനി കിതാബിന്റെ ഭാഗത്തിലേക്ക് വായിക്കുകയാണ്. വമഖ്സൂദു അസ്സലാത്തി അലൈഹി അദ്ദുആഉ, ഇവിടെ യഥാർത്ഥത്തിൽ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ശരിക്ക് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ വേറൊരു നിസ്കാരം നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ജനാസ നിസ്കാരത്തിലെ പ്രധാന ഉദ്ദേശം എന്താണ്? ദുആ ചെയ്യുക എന്നുള്ളതാണ്. വലിദാലിക ഹഫിള അൻഹു, അതാണ് ആ ദുആഇന്റെ ഇനത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ونقل من الدعاء ما لم ينقل من قراءة الفاتحة والصلاة على النبي صلى الله عليه وسلم എന്ന് പറയാണ്, ഈ മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹയുടെ വിഷയത്തിലും സലാത്തിന്റെ വിഷയത്തിലും ഉദ്ധരിക്കപ്പെട്ടതിനേക്കാൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഏത് വിഷയത്തിലാണ്? ദുആഇന്റെ വിഷയത്തിലാണ്. അതായത് ഫാത്തിഹ പാരായണം ചെയ്യണം, ഈ സ്വലാത്ത് പാരായണം ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ധാരാളം ഉദ്ധരണികളൊന്നുമില്ല. ഒന്ന് രണ്ട് അസറുകൾ മാത്രമേ ഉള്ളൂ.
പക്ഷേ മയ്യത്ത് നിസ്കാരത്തിലെ ദുആഇന്റെ വിഷയത്തിൽ ധാരാളം റിവായത്തുകൾ വന്നിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ദുആ ആണ്. ഫാത്തിഹയും സലാത്തൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചെല്ലുക എന്നുള്ള ഒരു അദബ് മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം പറഞ്ഞു വഹഫിള മിൻ ദുആഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലുഹു അല്ലാഹുമ്മ ഇന്ന ഫുലാന ഇബ്നു ഫുലാൻ ഫീ ദിമ്മതിക വഹബിൽ ജിവാരിക. അതുപോലെ മയ്യത്ത് നിസ്കാരത്തിലെ ദുആവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ദുആ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്ന ഫുലാന ഇബ്നു ഫുലാനിൻ ഫീ ദിമ്മതിക വഹബിൽ ജിവാരിക. അല്ലാഹു ഇന്ന ആളുടെ മകനായ ഇന്ന ആള് അഥവാ മയ്യത്ത് നിന്റെ സംരക്ഷണത്തിലും നിന്റെ സമീപ്യത്തിലേക്കും ആണുള്ളത്, അഥവാ അങ്ങനെ എത്തിയിരിക്കുന്നു. ഫഖ്ഹി മിൻ ഫിത്നത്തിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അവനെ നരകശിക്ഷയിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നീ കാത്തു രക്ഷിക്കണമേ. ഫഅൻത അഹ്ലുൽ വഫാഇ വൽ ഹഖ്. അല്ലാഹുവേ, നീയാണോ വഫാഇന്റെ കരാർ പൂർത്തീകരിക്കുന്നതിന്റെയും ഹക്കിന്റെയും ആള് നീയാണല്ലോ. ഫഗ്ഫിർ ലഹു വർഹംഹു ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അവന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചൊരിയുകയും ചെയ്യണം, നീ ഗഫൂറും റഹീമുമാണല്ലോ എന്നൊരു ദുആ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വഹഫിള മിൻ ദുആഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ളൻ. അതുപോലെ തന്നെ മറ്റൊരു ദുആ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാഹുമ്മ അൻത റബ്ബുഹ. അല്ലാഹുവേ, നീ മരണപ്പെട്ട മയ്യത്തിന്റെ റബ്ബാണ്. വഅൻത ഖലഖ്തഹ. നീയാണ് അതിനെ സൃഷ്ടിച്ചത്. വഅൻത റസഖ്തഹ. നീയാണ് അതിന് റിസ്ക് നൽകിയത്. വഅൻത ഹദൈതഹ ലിൽ ഇസ്ലാം. നീയാണ് അതിന് ഇസ്ലാമിലേക്ക് വഴി കാണിച്ചത്. വഅൻത ഖബൽത റൂഹഹ. നീയാണ് അതിന്റെ റൂഹ് പിടിച്ചത്. വതഅലമു സിർറഹ വഅലാനിയതഹ. നിനക്ക് അവന്റെ രഹസ്യവും പരസ്യവും അറിയാം. ജിഅനാ ശുഫആ ഫഗ്ഫിർ ലഹ. ഞങ്ങൾ ഇവിടെ അവന് വേണ്ടി ശുപാർശ ചെയ്യാൻ എത്തിയിരിക്കുകയാണ്, നീ അവന് പുറത്തു കൊടുക്കണമേ എന്ന് ദുആ വന്നിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ദുആകൾ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നെങ്കിൽ നമുക്ക് എന്ത് വേണം? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ദുആ ആണ്. സാധാരണ നമ്മുടെ നാടുകളിൽ പഠിക്കാറുള്ളത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു എന്നുള്ള ആ ദുആ ആണ് സാധാരണ നമ്മുടെ നാടുകളിൽ പഠിച്ച് കണ്ടിട്ടുള്ളത്. മദ്രസയിലെ പുസ്തകങ്ങളിലും അല്ലാതെയുള്ള കിതാബുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ധാരാളമായിട്ട് അതാണ്. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിത്തിനാ, അതും ചില കിതാബുകളിൽ കാണാനായിട്ടുണ്ട്. അതല്ലാതെയും മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിലുള്ള ദുആ വന്നിട്ടുണ്ട്. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിന്റെ ഉദ്ദേശം എന്താണ്? മയ്യിത്ത് നിസ്കാരത്തിന്റെ ഉദ്ദേശം എന്താണ്? ദുആ ആണ്. എന്നിട്ട് പറയാണ് വകാന യഅ്മുറു ബി ഇഖ്ലാസി ദുആഇ ലിൽ മയ്യിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുമായിരുന്നു മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആയിൽ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു. അഖ്ലിസു അദ്ദുആ ലഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അഥവാ അങ്ങേയറ്റം ഇഖ്ലാസോടുകൂടി ഈ മയ്യത്തിന്, കാരണം നമുക്ക് അവസാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത്? നമ്മുടെ ഒപ്പം ജീവിച്ച നമ്മുടെ സഹോദരനായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനും സ്വർഗപ്രവേശനത്തിനും നരകശിക്ഷയിൽ രക്ഷപ്പെടാനുമുള്ള ആ ശഫാഅത്ത് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതിൽ ഇഖ്ലാസോടുകൂടി, ഏതൊരു കർമ്മത്തിനും ഇഖ്ലാസ് വേണം, അതിൽ ഇഖ്ലാസോടുകൂടി ചോദിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിക്കാറുണ്ടായിരുന്നു. ഇനി വകാന യുകബ്ബിറു അർബഅ തക്ബീറാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 തക്ബീറുകൾ പറയാറുണ്ടായിരുന്നു. വസഹ അൻഹു അന്നഹു കബ്ബറ ഖംസൻ. 5 തക്ബീറുകൾ ചൊല്ലിയതായിട്ടും സഹീഹായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വകാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും യുകബ്ബിറൂന അർബഅൻ വഖംസൻ വസിത്തൻ. സ്വഹാബികളിൽ നിന്ന് 4 തക്ബീറുകൾ ചൊല്ലിയതായിട്ടും 5 തക്ബീറുകൾ ചൊല്ലിയതായിട്ടും 6 തക്ബീറുകൾ ചൊല്ലിയതായിട്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൽ തക്ബീറുകളുടെ എണ്ണം എന്നുള്ളത് 4, 5, 6 എന്നീ എണ്ണങ്ങളിൽ സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള വിശാലതയുള്ള ചില ഖിലാഫുകൾ നമ്മൾ അതിൽ പ്രധാനമായും പരിഗണിക്കേണ്ട കാര്യം നമ്മൾ ജീവിക്കുന്ന നാടിൻ്റെയും ആ അവസ്ഥയുമാണ് പരിഗണിക്കേണ്ടത്. കാരണം 4 തക്ബീറുകൾ ചൊല്ലുന്ന ഒരു നാടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി 5 തക്ബീർ ചൊല്ലിയായിട്ട് ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത നിസ്കാരത്തിന് ഇമാമുക്ക് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് അവനെന്ത് ചെയ്യണം? 5 തക്ബീർ ചെയ്യുക. ആൾക്ക് എന്താ ഉണ്ടാവുക? ആൾക്കാർക്കിടയിൽ എന്തുണ്ടാവും? തശ്വീഷ് ഉണ്ടാവും, അവർക്ക് സംശയം ഉണ്ടാവും. ഒരിക്കലും അത് ഉണ്ടാക്കരുത്. ചില ആളുകൾ ഇതുപോലെയുള്ള മസ്അലകൾ, അഭിപ്രായ വ്യത്യാസത്തിൽ വലിയ വിശാലതയുള്ള മസ്അലകൾ, അതിനെ എടുത്തുകൊണ്ട് അയാളുടെ ഇൽമും അയാളുടെ ഫിഖ്ഹും ആളുകളെ അറിയിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കും. ഇതിന്റെ അനന്തരഫലമായിട്ട് എന്താ ഉണ്ടാവുക? ഒന്ന് കുറച്ച് ആൾക്കാർ ഇയാൾ പറയുന്നത് കേൾക്കാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർ ഇയാളുടെ ഒപ്പം ഉണ്ടാവും. അല്ലാത്ത ആൾക്കാർ എന്തുണ്ടാവും? ഇയാളുടെ അപ്പുറത്തുണ്ടാവും. ആൾക്കാർ 2 വിഭാഗമായിട്ട് മാറും.
ഒരിക്കലും ഉണ്ടാവരുത്. കാരണം മുസ്ലിമീങ്ങളുടെ തമ്മിലുള്ള കൽബുകൾ തമ്മിലുള്ള ഇണക്കം ദീനിന്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ആ ഇണക്കം നിലനിർത്താൻ വേണ്ടി മാത്രം ധാരാളം നിയമങ്ങൾ ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇണക്കം നിലനിൽക്കണം, മുസ്ലിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിനും കാരണമാക്കേണ്ടതില്ലാത്ത ചില ഗരീബായ മസ്അലകളിൽ പോലും നമ്മുടെ നാടുകളിൽ ആളുകൾ രണ്ട് വിഭാഗമായി പരസ്പരം സലാം പറയാത്ത അവസ്ഥയിൽ തെറ്റിപ്പിരിയുന്നത് ധാരാളം കാണാം. വളരെ മോശമാണത്. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാരുടെ വാക്കുകൾ പരിശോധിച്ചാൽ ഇൽമില്ലാത്ത എന്താണ്, ഇൽമും ഫിഖ്ഹും ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കാരണം ഇപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഇപ്പോൾ ഒരു മസ്ജിദ്, ആ മസ്ജിദില് ബിസ്മി ഉറക്കെ ഓതുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള മസ്ജിദിൽ ബിസ്മി ഉറക്കെ ഓതലല്ല ശരി എന്ന് അതാ ഉറക്കെ ഓതലല്ല കൂടുതൽ ശരിയായിട്ടുള്ള കാര്യം. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ആ ആളുകളുടെ മുമ്പിൽ മസ്ജിദിൽ ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ബിസ്മി ഉറക്കെ ഓതണം. കാരണം അവിടെ ആ ഒരു സുന്നത്ത് നടപ്പിലാക്കുന്നതിനേക്കാൾ അവിടെ ഏറ്റവും അഫ്ദൽ എന്താണ്? അതിന്റെ പേരിൽ ആളുകൾക്കിടയിൽ എന്തുണ്ടാവരുത്? ഒരു പ്രശ്നം ഉണ്ടാവരുത്, മുസ്ലിമുകളുടെ ആ യോജിപ്പിൽ പ്രശ്നം ഉണ്ടാവരുത്. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ദലായ കാര്യങ്ങൾ പോലും ജനങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് ഒഴിവാക്കിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്വൊക്കെ കഴിഞ്ഞിട്ട്, ഞാൻ സാന്ദർഭികമായിട്ട് പറയാട്ടോ, മക്കം ഫത്വൊക്കെ കഴിഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുണ്ടായി, നിന്റെ ഈ സമൂഹം, ഈ ആൾക്കാര് ഇപ്പൊ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, വന്നതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കുന്നത് എന്ന് പറഞ്ഞു. അതല്ല എങ്കിൽ കഅബ ഞാൻ പൊളിച്ച് പഴയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയ രൂപത്തിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. കഅബ ഇന്ന് നിലനിൽക്കുന്ന ആ രൂപം അല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇന്ന് ഹിജർ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്നത്, അതിന്റെ പേര് അങ്ങനെയൊന്നുമല്ല, പക്ഷെ അങ്ങനെ പറയാം, അത് കഅബ തന്നെയാണ്. ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കണ്ടിട്ടില്ലേ, കഅബയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ടുള്ള ആ ഭാഗം കൂടി എന്താണ് ശരിക്ക്? കഅബയുടെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിലുള്ള പ്രദേശം എന്താണ്? കഅബയുടെ ഉള്ളിലാണ്. അപ്പൊ അത് മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നീട് മക്കയിലെ മുശ്രിക്കീങ്ങൾ വെള്ളപ്പൊക്കത്തിലും മറ്റൊക്കെ തകർന്നപ്പോ പുതുതായി ഉണ്ടാക്കിയപ്പോ അവർക്ക് പണം തികയാത്ത കൊണ്ട് ഈ രൂപത്തിൽ ഉണ്ടാക്കി ബാക്കി ഒരു അടയാളം വെച്ചതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കം ഫത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അധികാരം കിട്ടിയിട്ടുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ മതി, കഅബ പഴയ രൂപത്തിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താവും? പഴയ രൂപത്തിലാവും. അതാണ് അഫ്ദലായിട്ടുള്ള കാര്യം. പക്ഷെ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേണ്ടാന്ന് വെച്ചത്, മക്കം ഫത്ഹിൽ ആയിരക്കണക്കിന് പുതുമുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മക്കത്തുള്ള ആളുകൾ. അപ്പൊ അവര് പറയും എന്താണ്, മുഹമ്മദ് അതാ വന്നപ്പോ തന്നെ കഅബ പൊളിച്ചു എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണോ വേറെ ഏതെങ്കിലും ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നതാണ് അഫ്ദൽ എന്ന് പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അവസ്ഥ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞത് 4, 5, 6 രൂപങ്ങൾ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഖാല അൽഖമതു ഖുൽതു ലി അബ്ദുല്ലാഹ് ഇന്ന നാസ മിൻ അസ്ഹാബി മുആദ് ഖദിമു മിൻ അശ്ശാം. ഒരിക്കൽ ഷാമിൽ നിന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ വരികയുണ്ടായി. അവർ വന്നിട്ട് മദീനയിലും മറ്റേ ആയിരിക്കാം, മദീനയിൽ. അപ്പൊ അവർ വന്നപ്പോൾ ഫകബ്ബറു അലാ മയ്യിത്തിൻ ലഹും ഖംസൻ, അവർ അവരുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ട് മയ്യത്ത് നിസ്കരിച്ചത് 5 തക്ബീർ പറഞ്ഞുകൊണ്ടാണ്. 5 തക്ബീർ പറഞ്ഞുകൊണ്ടാണ് മയ്യത്ത് നിസ്കരിച്ചത്. ഫഖാല അബ്ദുല്ലാഹ്, അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കും, ലൈസ അലൽ മയ്യിത്തി ഫി തക്ബീരി വഖ്തുൻ. അപ്പോൾ പറഞ്ഞു, ഈ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? തക്ബീറിന്റെ എണ്ണത്തിൽ കൃത്യമായി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. കബ്ബിർ മാ കബ്ബറൽ ഇമാം, ഇമാം എത്രയാണോ പറയുന്നത് അത്ര പറയാവുന്നതാണ്. ഫൈദൻ സറഫൽ ഇമാം ഫൻസരിഫ്, ഇമാം എന്ത് ചെയ്യുക? ഇമാം പിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും പിരിയുക എന്നുള്ളത്. അതായത് പിന്നെ തക്ബീറുകളുടെ എണ്ണത്തിൽ മയ്യത്ത് നിസ്കാരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു എണ്ണം പഠിപ്പിച്ചിട്ടില്ല. എത്ര തക്ബീറാണോ ഇമാം പറയുന്നത് അത്ര തക്ബീർ പറഞ്ഞുകൊണ്ട് പിന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിൽ ഈ ഫാത്തിഹയും സലാത്തും ദുആ കഴിഞ്ഞു കഴിഞ്ഞാൽ തക്ബീർ എത്ര വേണമെങ്കിലും ആകാം. പക്ഷെ ഇമാം എന്താ ശ്രദ്ധിക്കേണ്ടത്? നേരത്തെ പറഞ്ഞതാണ്, ഒരു നാട്ടിൽ എങ്ങനെയാണോ ശീലിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ ചെയ്യുക. നമ്മുടെ നാടുകളിൽ പൊതുവെ റാജിഹായിട്ടുള്ളത് ഏതാണ്? പൊതുവെ ലോകത്ത് റാജിഹായിട്ടുള്ളത് ഏതാണ്? 4
തക്ബീറുകളാണ്. അപ്പൊ അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചില റിവായത്തുകളിൽ കാണാം സ്വഹാബികൾ നിസ്കരിക്കുമ്പോൾ ചെയ്യാറുണ്ടായിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ മരണപ്പെട്ടാൽ അവർ 6 തക്ബീറുകൾ ചൊല്ലാറുണ്ടായിരുന്നു. അതല്ലാതെ പൊതുവായിട്ടുള്ള സ്വഹാബികളിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ 5 തക്ബീറുകളും, അതല്ലാതെയുള്ള ആളുകൾ മരണപ്പെട്ടാൽ 4 തക്ബീറുകളുമാണ് സ്വഹാബികൾ ചെയ്തിരുന്നതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തക്ബീറുകൾ എണ്ണത്തിന്റെ വിഷയത്തിൽ എന്താണ് വിശാലതയുള്ള ഒരു കാര്യമാണ്. അതിൽ 4ഉം 5ഉം 6ഉം സ്വഹാബികൾ ചെയ്തതായി വന്നിട്ടുണ്ട്. അതിൽ കൂടുതലായി ചെയ്താലും നിസ്കാരത്തിന് എന്തില്ല, ഒരു പ്രശ്നവും വരാനില്ല. ഇമാം പിരിയുമ്പോൾ പിരിയുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകൾ ഒരാൾ പണ്ട് പറയുകയുണ്ടായിട്ടുണ്ട്, അയാള് പിന്നെ വേറെ ഏതൊരു സ്ഥലത്ത് മയ്യിത്ത് നിസ്കരിച്ചപ്പോ, പിന്നെ വേറെ നാട്ടിലാണ്, കേരളത്തിൽ വിദേശത്ത് എവിടെയായിരുന്നു, ഇമാം എന്ത് ചെയ്തു, 7ഓ 8ഓ തക്ബീറുകൾ പറഞ്ഞു. അപ്പോൾ പിന്നിലുള്ള ആരൊക്കെയോ ഇത് നിസ്കാരം ശരിയല്ല, ബാത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇമാമിനെ പിടിച്ചു മാറ്റി വേറൊരാൾ ഇമാം വന്നിട്ട് 4 തക്ബീർ ചൊല്ലി നിസ്കരിച്ചു എന്നുള്ളത്. അത് ചിലപ്പോൾ ഇമാമ് മനസ്സിലാക്കിയത് അങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ചെയ്തായിരിക്കും. പക്ഷെ ഇവർക്ക് അറിവില്ലാത്തതുകൊണ്ട് ഇവരെ നിസ്കാരം ശരിയായില്ല എന്ന് പറഞ്ഞ് പിന്നെ 4 തക്ബീർ ചൊല്ലി നിസ്കരിച്ചു എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ചെയ്തൊരാൾ നേരിട്ട് പറഞ്ഞാണ്. അല്ലാഹു അഅലം. ഖീല ലിൽ ഇമാം അഹ്മദ്, ഇനി ഇമാം അഹ്മദ് റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. ഇനി പറയുന്ന മസല സലാം വീട്ടുന്നത് ബന്ധപ്പെട്ടിട്ടാണ്. മയ്യിത്ത് നിസ്കാരത്തിന്റെ സലാം വീട്ടുന്നത് അത് 2 ഭാഗത്തേക്കുമുണ്ടോ, ഒരു ഭാഗത്തേക്കാണോ? ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടു, അദഅരിഫു അൻ അഹദിൻ മിനസ് സഹാബത്തി അന്നഹു കാന യുസല്ലിമു അലൽ ജിനാസതി തസ്ലീമതൈൻ. ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടു, സ്വഹാബികളിൽ ആരെങ്കിലും മയ്യിത്ത് ജനാസ നിസ്കാരത്തിൽ 2 ഭാഗത്തേക്ക് സലാം വീട്ടിയതായിട്ട് നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, ഇമാം അഹ്മദ് പറഞ്ഞു, ലാ, ഇല്ല. വലാകിൻ അൻ സിത്തത്തിൻ മിനസ് സഹാബത്തി അന്നഹും കാനൂ യുസല്ലിമൂന തസ്ലീമതൻ വാഹിദതൻ ഖഫീഫതൻ അൻ യമീനിഹി. 6 സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അവർ ചെയ്യാറുള്ളത് ജനാസ നിസ്കാരത്തിൽ വലതുഭാഗത്തേക്ക് മാത്രം ചെറിയ രീതിയിൽ സലാം വിട്ടുകയാണ് അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഇമാം അഹ്മദ് പറയുകയുണ്ടായി. ഇതും അതുപോലെ ഒരു മസലയാണ്. 2 ഭാഗത്തേക്ക് സലാം വീട്ടണോ, ഒരു ഭാഗത്തേക്ക് മതിയോ എന്നുള്ളത്. ഹദീസുകളിൽ 2 ഭാഗത്തേക്ക് സലാം വീട്ടിയതായിട്ടും വന്നിട്ടുണ്ട്. റിയാദുസ് സാലിഹീനിലെല്ലാം ഹദീസ് പ്രത്യേകം ബാബിലായി കൊടുത്തിട്ടുണ്ട്. എന്നാൽ സ്വഹാബികളുടെ ഇജ്മാ പ്രകാരം, അഥവാ സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും വേറെ ഒരു പ്രബലമായ അഭിപ്രായമായിട്ടും മനസ്സിലാക്കുന്നത് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് സലാം വീട്ടിയിട്ടുള്ളത് എന്നാണ്. ഇപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ ഹംബലി മദ്ഹബിനോട് ചാഞ്ഞിട്ടുള്ള നാടുകളിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ പിന്നെ ഹറമിൽ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അവിടെയൊക്കെ എല്ലാ ഫർളിന് ശേഷം എന്തുണ്ടാകും, മയ്യിത്ത് നിസ്കാരം ഉണ്ടാവാറുണ്ട്. എത്ര സലാം ഉണ്ടാകും? ഒരു സലാം ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ പോകുന്ന ആളുകൾ ഒന്ന് ഇമാമ് സലാം പറയും, പിന്നെ മുഅദ്ദിൻ ഒന്നുകൂടി പറയുമല്ലോ. അപ്പോൾ ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും ചെയ്യും. സംഭവം എന്നുള്ളൂ, ഒരു സലാമേ അവിടെ തസ്ലീമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരെണ്ണമുള്ളൂ എന്നാണ് ഹംബലി മദ്ഹബിന്റെയും കൂടുതൽ അഭിപ്രായം. പക്ഷെ നമ്മുടെ നാടുകളിൽ ഷാഫി ഫിഖ്ഹിനോട് അടുത്തിട്ടാണ് നമ്മുടെ നാടുകൾ, ഷാഫി ഫിഖാണ് നമ്മുടെ നാടുകളിൽ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ളതും ഇവിടെ ഭൂരിഭാഗം ആളുകളുള്ളതും. അതുകൊണ്ട് തന്നെ 2 തസ്ലീമത്തൈൻ 2 സലാം വീട്ടിലാണ് നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയുള്ള മസലയാണ്. നമ്മൾ ഒരു ഭാഗത്തേക്കാണ് സ്വഹാബികൾ ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി, ഇന്ന് അടുത്തൊരു നിസ്കാരം വരുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ചെയ്യാനാണോ? അല്ല. അത് ചെയ്താൽ എന്തുണ്ടാവും? ആളുകൾക്കിടയിൽ എന്തുണ്ടാവും? തശ്വീഷ് ഉണ്ടാവും, ആളുകൾ കൺഫ്യൂഷൻ. സാധാരണക്കാരുടെ ആളുകൾക്ക് എന്തായിരിക്കും? കൺഫ്യൂഷൻ ആയിരിക്കും. ഇതെന്തെങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. സാധാരണക്കാരുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആളുകൾ എന്തല്ല, ഇതുപോലെ ദർസുകൾ ഇരിക്കുന്നവരോ പഠിക്കാൻ കൂടുതൽ അറിയണം എന്ന് താല്പര്യമുള്ളവരൊന്നുമല്ല. അവർ എന്താണോ ഒന്ന് പഠിച്ചത് അത് മരണം വരെ അത് തന്നെയാണ് ദീന്. മദ്രസയിൽ 5ാം ക്ലാസ്സിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടുന്നേലും ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളായിരിക്കും. അവരുടെ ഇടയിൽ പോയി നമ്മൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൽമിനെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മസലകൾ, ശിർക്കും വിദേഹത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടല്ല, ഇതുപോലെയുള്ള മസലകൾ നമ്മൾ അമലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ അത് എന്തുണ്ടാക്കും? ഒരു കുഴപ്പമുണ്ടാക്കും. അപ്പൊ തസ്ലീമിന്റെ വിഷയത്തിൽ ജനാസ നിസ്കാരത്തിൽ സ്വഹാബികളിൽ നിന്ന് 6ഓളം വരുന്ന സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുള്ളത് ഒറ്റ തസ്ലീമാണ്, വലതുഭാഗത്തേക്ക് ചെറിയ രീതിയിൽ. എന്നാൽ 2 ഭാഗത്തേക്കും ചെയ്യൽ തെറ്റില്ലാത്ത ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇനി ജനാസ നിസ്കാരത്തിലെ മറ്റൊരു മസല, തക്ബീറുകളിൽ കൈകൾ ഉയർത്തിക്കെട്ടേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓരോ തക്ബീറിന്റെ സമയത്തും നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമല്ലോ, കൈകൾ ഉയർത്തണമോ വേണ്ടയോ എന്നുള്ളതാണ്. അതിലും ഇതുപോലെ 2 അഭിപ്രായമുണ്ട്. ആ വിഷയമാണ് ചർച്ച. ഫദക്കറ ഇബ്നു ഉമറ
وابن عباس وأبا هريرة رضي الله عنهم فذكر ابن عمر وابن عباس وأبو هريرة رضي الله عنهم وأما رفع اليدين فقال الشافعي ترفع للأثر والقياس على السنة في الصلاة. ഇനി പിന്നെ നമ്മൾ നേരത്തെ വായിച്ചതിന്റെ ബാക്കിയാണ് ഇവിടെ പറഞ്ഞത്. ഇമാം അഹ്മദ് ആരൊക്കെയാണ് ഒരു ഭാഗത്തേക്ക് സലാം വീട്ടിയത് എന്നതിനെ പറ്റി പറയുന്നിടത്ത് പറഞ്ഞു ഫദക്കറ ഇബ്ന ഉമറ വബ്ന അബ്ബാസിൻ വഅബാ ഹുറൈറ റളിയല്ലാഹു അൻഹും. ഈ മൂന്ന് സ്വഹാബികളും വലതു ഭാഗത്തേക്ക് മാത്രം ജനാസ നിസ്കാരത്തിൽ സലാം വീട്ടിയ ആളുകളാണ്. ഇനി അടുത്ത മസ്അല വഅമ്മാ റഫ്ഉൽ യദൈൻ, കൈകൾ ഉയർത്തേണമോ തക്ബീറിന്റെ സമയത്ത്? ഫഖാല ശാഫിഈ, ഇമാം ശാഫിഈ പറഞ്ഞു തുർഫഉ ലിൽ അഥരി വൽ ഖിയാസ് അല സുന്നതി ഫി സ്വലാ. കൈകൾ ഉയർത്താനുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചില അസറുകളാണ്, സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ചില അസറുകളാണ്. രണ്ട്, നിസ്കാരത്തിനോട് ഖിയാസ് ചെയ്തിട്ടാണ്. നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? കൈകൾ ഉയർത്തണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ എന്തുണ്ടാകും? കൈകൾ നമ്മൾ ഉയർത്തും. അതിനോട് ഖിയാസ് ചെയ്തിട്ടുമാണ് കൈകൾ ഉയർത്താം എന്നതിനുള്ള തെളിവ്. ويريد بالأثر ما روي عن عبد الله بن عمر وأنس رضي الله عنهم أنهم كانوا يرفعون أيديهم كلما كبر على الجنازة. أثر എന്ന് പറഞ്ഞാൽ സഹാബികളിൽപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹും എല്ലാം ജനാസ നിസ്കരിക്കുന്ന സമയത്ത് തക്ബീർ പറയുമ്പോൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഓരോ തവണയും കൈകൾ ഉയർത്തിക്കെട്ടാറുണ്ടായിരുന്നു. വകാന ഇദാ, അപ്പോ കൈകൾ ഉയർത്തിക്കെട്ടണോ വേണ്ട എന്നുള്ളതിനുള്ള തെളിവ് ഒന്ന് ഇതുപോലെയുള്ള അസറുകളുടെ അടിസ്ഥാനത്തിലാണ് കൈകൾ ഉയർത്തിക്കെട്ടണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിസ്കാരത്തിനോട് ഖിയാസ് ആക്കിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകൾ ഉയർത്തിയിരുന്നു എന്നുള്ളതിനെ ഖിയാസ് ആക്കിയിട്ടും കെട്ടാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു മസല ജനാസയുമായി ബന്ധപ്പെട്ട്, ഒരാൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ല, നിസ്കാരം നഷ്ടപ്പെട്ടു, ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു വകാന ഇദാ ഫാതത്ഹു അസ്സലാത്തു അലൽ ജനാസതി സ്വല്ലാ അലൽ ഖബ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കാരം നഷ്ടപ്പെട്ടാൽ, അതിന് പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഖബറിന്റെ അടുക്കൽ മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കാറുണ്ടായിരുന്നു. വസല്ലാ അലാ ഖബ്രിൻ ബഅദ ലൈലത്തിൻ, ഒരു ദിവസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയാം മസ്ജിദിൽ അടിച്ചുവാരലും വൃത്തിയാക്കലും ഉണ്ടായിരുന്ന കറുത്ത സ്ത്രീയുടെ വിഷയത്തിൽ. വമറതൻ ബഅദ സലാസിൻ, മറ്റൊരു ഹദീസിൽ ഒരു ദിവസം ഒരു ഖബറിന്റെ അടുക്കലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ ഇയാൾ എത്ര ദിവസമായി മരണപ്പെട്ടിട്ടെന്ന് പറഞ്ഞ് 3 ദിവസത്തിന് ശേഷം അവിടെ നിസ്കരിച്ച ഒരു ഹദീസ് വന്നിട്ടുണ്ട്. വമറതൻ ബഅദ ഷഹ്രിൻ, അതുപോലെ ഒരു മാസത്തിന് ശേഷം ഉമ്മു സഅദ് എന്ന സഹാബി വനിതയുടെ മയ്യിത്ത് ജനാസ നിസ്കാരം അവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നില്ല, ഒരു മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ട് ഒരു മാസത്തിന് ശേഷം അവരുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നിസ്കരിച്ചതായിട്ടും വന്നിട്ടുണ്ട്. വലം യുവഖിത് ഫീ ദാലിക വഖ്തൻ, കൃത്യമായിട്ടൊരു സമയം അത് വിഷയത്തിൽ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. അതായത് ഇങ്ങനെ ഖബർ അടക്കി കഴിഞ്ഞാൽ എത്ര കാലം നിസ്കരിക്കാം. അപ്പോ ഒന്ന് നിസ്കരിച്ച് ഒരു ദിവസത്തിന് ശേഷം നിസ്കരിച്ച് വന്നിട്ടുണ്ട്, 3 ദിവസം വന്നിട്ടുണ്ട്, ഒരു മാസം വന്നിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് അതിന് കൃത്യമായിട്ടൊരു സമയം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള നിലക്കാണ് പറയുന്നത്. എന്നാൽ ഒരു മാസം വരെയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ഖബർ നിസ്കാരം നഷ്ടപ്പെട്ട് ഒരു മാസത്തിനുള്ളിൽ വരെ നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞതുപോലെ പിന്നെ ചില പണ്ഡിതന്മാർ അതിന് കൃത്യമായ സമയമല്ല, ഒരാൾക്ക് നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല, എപ്പോ വേണമെങ്കിലും നിസ്കരിക്കാം എന്ന് പറഞ്ഞു കാണാം. എന്നാൽ വമനഅ മിൻഹാ മാലികുൻ ഇല്ലാ ലിൽ വലിയ്യി ഇദാ കാന ഗായിബൻ, എന്നാൽ മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു ആ ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ആ നാടിന്റെ വലിയന്, ഭരണാധികാരിക്ക്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാണ് അതിനുള്ള അനുവാദമുള്ളത്, അവൻ അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്ന വിഷയത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലയും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ജനാസ നിസ്കാരം നഷ്ടപ്പെട്ട ഒരാൾക്ക് ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കൽ അനുവദനീയമാണ്. അതൊന്നും 3 ഒരു മാസത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ സൂക്ഷ്മതയ്ക്ക് ആ ഒരു മാസത്തിന്റെ വരെ പരിധിയിൽ നിസ്കരിക്കാവുന്നതാണ്, അതിനപ്പുറത്തേക്ക് ആവശ്യമില്ല എന്നാണ്. അല്ലാഹു അഅലം. وكان صلى الله عليه وسلم يقوم عند رأس الرجل ووسط المرأة, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കാരത്തിന് ആ മയ്യിത്ത് പുരുഷനും സ്ത്രീയുമാണെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന ഭാഗത്തിൽ മാറ്റമുണ്ടാകാറുണ്ട്. അഥവാ പുരുഷന്റെ മയ്യിത്താണെങ്കിൽ
പുരുഷന്റെ തലയുടെ ഭാഗത്ത് അതിനു മുൻപിലായിക്കൊണ്ടാണ് ഇമാമ് നിൽക്കേണ്ടത്. എന്നാൽ സ്ത്രീയുടെ മയ്യിത്താണെങ്കിൽ നടുഭാഗത്തായിക്കൊണ്ടാണ്, അഥവാ വയറിന്റെ ആ ഭാഗത്തായിക്കൊണ്ടാണ് നിൽക്കേണ്ടത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്നത്. ഒന്നിൽ കൂടുതൽ മയ്യിത്തുകൾ ഉണ്ടെങ്കിൽ കിടത്തേണ്ടതും അങ്ങനെയാണ്. അഥവാ ഒരു പുരുഷന്റെ മയ്യത്ത് ആദ്യം വെക്കണം. അതിന്റെ തലഭാഗത്ത് അടുത്ത സ്ത്രീയുടെ മയ്യത്ത് ആണെങ്കിൽ ആ സ്ത്രീയുടെ വയറ് അതിന്റെ തലഭാഗത്ത് വരുന്ന രീതിയിൽ മയ്യത്തുകളെ ആ രീതിയിൽ ക്രമീകരിച്ച് വെച്ചിട്ടാണ് ഇമാമ് നിന്ന് നിസ്കരിക്കേണ്ടത്. അപ്പോൾ പുരുഷന്റെ തലയുടെ ഭാഗത്തും സ്ത്രീയുടെ വയറിന്റെ ഭാഗത്താണ്. തിർമിദി എല്ലാം ഉദ്ധരിക്കുന്ന ബുഖാരി മുസ്ലിമും തന്നെ ഉദ്ധരിച്ച ഹദീസിൽ അത് വന്നിട്ടുണ്ട്. സമുറ ഇബ്നു ജുന്ദുബിന്റെ ഹദീസിൽ വകാന യുസല്ലി അല തിഫ്ലി, നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടികൾ മരണപ്പെട്ടാലും, ചെറിയ പൈതങ്ങളായിട്ടുള്ള കുട്ടികൾ മരണപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ട്, അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാറുണ്ട്. വകാന ലാ യുസല്ലി അലാ മൻ ഖതല നഫ്സഹു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതിരുന്ന മറ്റൊരു കൂട്ടരാണ് ആത്മഹത്യ ചെയ്ത ആളുകൾ. നമ്മള് കടത്തിന്റെ വിഷയത്തിൽ പറഞ്ഞു, കടത്തിന്റെ ബാധ്യതയുള്ള ആളുകൾ ആദ്യകാലത്ത് നബി നിസ്കരിച്ചിരുന്നില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതിരുന്ന മറ്റൊരു കൂട്ടം ആളുകളാണ് ആത്മഹത്യ ചെയ്ത ആളുകളെ. അവരുടെ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു തെറ്റാണ്. വളരെ എത്രത്തോളം വെച്ചാൽ നരകത്തിൽ ശാശ്വതമാകാൻ മാത്രമുള്ള ഒരു കുറ്റമാണ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. തൗഹീദ് ഉണ്ട് എങ്കിൽ അവരുടെ ശിക്ഷയ്ക്ക് ശേഷം അല്ലാഹു തആല അവർക്ക് സ്വർഗം നൽകുമായിരിക്കും. അവരുടെ തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗം നൽകും. പക്ഷെ ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ ശാശ്വതമാകാൻ കാരണമാകുന്ന കുറ്റമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല നഫ്സഹു, ആരാണോ ആത്മഹത്യ ചെയ്യുന്നത്, അവനെ തന്നെ കൊല്ലുന്നത്, ബിഹദീദത്തിൻ ഫഹദീദതുഹു ഫീ യദിഹി യതവജ്ജഹു ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ആരെങ്കിലും ഇരുമ്പ് കൊണ്ട് കത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വയം കുത്തി ആണ് മരിക്കുന്നത് എങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതമായിട്ട് ഈ കത്തി അത് എങ്ങനെയാണോ അവൻ ആത്മഹത്യ ചെയ്തത് അതുപോലെ തന്നെയുള്ള അവസ്ഥയിലായിരിക്കും. വമൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ആരെങ്കിലും വിഷം കുടിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ അതുപോലെ ഒന്ന് നരകത്തിലും അങ്ങനെ ശാശ്വതമായി കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. വമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ആരെങ്കിലും ഒരു പർവ്വതത്തിന്റെ മേലെ ചാടിയിട്ടോ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മേലെ ചാടിയിട്ടോ അങ്ങനെയാണെങ്കിൽ നരകത്തിൽ അതുപോലെ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ശാശ്വതമായി അങ്ങനെയായിരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സംശയം ഉണ്ടാവും, ഈ ഹദീസിൽ ശാശ്വതമായിട്ട് നരകം എന്ന് വന്നിട്ടുണ്ടല്ലോ, അപ്പോ ശിർക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾക്കും ശാശ്വതമായി നരകമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. എന്തായാലും മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി ദീനിൽ ഒരു കാര്യത്തിന് ഇന്നതാണ് പ്രതിഫലം, ഒരു കാര്യത്തിന് ഇന്നതാണ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആ കാര്യത്തിന് ആവശ്യമായിട്ടുള്ള ഇജ്തിമാഉ ശുറൂത്ത്, നിബന്ധനകൾ എന്താണോ അത് പാലിച്ചിരിക്കണം. രണ്ട്, ഇന്തിഫാഉൽ മവാനിഹ്, അതിനെ തടയുന്ന കാര്യങ്ങൾ ഉണ്ടാകാനും പാടില്ല. അതായത് ദീനിൽ ഒരു കാര്യം, ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ അവന് ആ കാര്യത്തിന് ആവശ്യമായിട്ടുള്ള ഷർത്തുകളും പാലിച്ചിരിക്കണം, അതിനെ തടയുന്ന മറ്റു കാര്യങ്ങൾ അവന് ഉണ്ടാകാനും പാടില്ല. അപ്പൊ ഇവിടെ ആത്മഹത്യ ചെയ്തവന് നരകത്തിൽ ശാശ്വതമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷർത്ത് എന്താണ്? ഈ കുറ്റം കിട്ടണമെങ്കിൽ ഷർത്ത് എന്താണ്? അവൻ ആത്മഹത്യ ചെയ്തവനായിരിക്കണം. ഇന്തിഫാഉൽ മവാനി എന്ന് പറഞ്ഞാൽ ആ ശാശ്വതമാകുന്നതിന് തടസ്സമായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാകാനും പാടില്ല. അതായത് അവൻ എന്ത് ഉണ്ടാകാൻ പാടില്ല? തൗഹീദ് ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ? നരകത്തിൽ ശാശ്വതമാവുള്ളൂ. എന്നാൽ അവൻ തൗഹീദ് ഉള്ള ഒരാളാണ് ആത്മഹത്യ ചെയ്യുന്നത് എങ്കിൽ എന്തുപോയി? നരകത്തിൽ ശാശ്വതമാകാനുള്ള ഒരു കാരണത്തിനെതിരായി അതിനെ തടയുന്ന കാര്യമാണ് എന്ത്? തൗഹീദ് എന്നുള്ളത്. അത് സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഈ കുറ്റം അഥവാ ശാശ്വതമാകുന്നത് അവനിൽ നിന്ന് ഒഴിവാകും. ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പക്ഷേ ഈ ഹദീസ് മനസ്സിലാക്കേണ്ടത് അത്രയും ഗൗരവമുള്ള ഒരു കുറ്റമാണ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ഇതിനർത്ഥം ഒരാൾ മയ്യിത്ത് നിസ്കരിക്കരുതെന്നാണോ? അല്ല, സ്വഹാബികൾ നിസ്കരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, നാട്ടിലെ ഇമാമ്, അതുപോലെ തന്നെ ഇൽമിലും അതുപോലെ തന്നെ പ്രത്യേകം സ്ഥാനത്തുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, അവർ മറ്റുള്ളവർക്ക് താക്കീത് എന്നോണം
അങ്ങനെയുള്ള ആത്മഹത്യ ചെയ്ത ആളുകളുടെ മയ്യിത്ത് നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ടതാണ്. എന്നാൽ മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള ബാധ്യത, തൗഹീദുള്ള ഒരാൾ മരണപ്പെട്ടാൽ അവന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത് പൊതുവായിട്ടുള്ള ബാധ്യതയാണ്, അവരെ നിർവഹിക്കണം. എന്നാൽ നാട്ടിലെ ഇമാമോ അതുപോലെ ശ്രേഷ്ഠതയുള്ള ആളുകളോ ഇതുപോലെയുള്ള ആളുകളുടെ ജനാസ നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവർക്ക് ഒരു താക്കീതായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. മറ്റൊരു കൂട്ടരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാത്ത ഉണ്ടായിരുന്നത് വലാ അലാ മൻ ഗല്ല മിനൽ ഗനീമതി. ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളുടെ സ്വത്ത് എന്താ പറയുന്നത്? ഗനീമത്ത് എന്ന് പറയുന്നത്. ആ ഗനീമത്ത് സ്വത്ത് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച് വീതിച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ആളുകൾക്ക് കൊടുക്കാറുള്ളത്. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ, ഭരണാധികാരിയുടെ അടുക്കൽ ഏൽപ്പിക്കാതെ അതിൽ നിന്ന് ഇപ്പൊ ഒരാളെ യുദ്ധത്തിൽ ഒരു കാഫിറിനെ, മുശ്രിക്കിനെ കൊന്നു വിചാരിക്കുക. അപ്പൊ അയാളുടെ സ്വത്തൊക്കെ എന്താണ്? ഗനീമത്ത് സ്വത്തായിട്ട് വരും. അയാളുടെ വാളോ അയാളുടെ പടയെങ്കി അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. അപ്പൊ ഇത് ഇവിടെ ആരെ ഏൽപ്പിക്കണം? ഭരണാധികാരി ഏൽപ്പിക്കണം. അത് ഏൽപ്പിക്കാതെ അത് സ്വന്തമായി എടുക്കുക എന്നുള്ളത് വലിയ കുറ്റമുള്ള കാര്യമാണ്. അങ്ങനെ എടുത്തിട്ടുള്ള, ആ രീതിയിൽ എടുത്തിട്ടുള്ള ആളുകളുടെ മയ്യിത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഖ്തുലിഫ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തി അലൽ മഖ്തൂലി ഹദ്ദൻ കസ്സാനി. ഇനി ഒരു ഖിലാഫ് വന്നിട്ടുള്ള ഒരു ചർച്ച എന്ന് പറഞ്ഞപ്പോൾ, ഈ ആളുകൾ അഥവാ ആത്മഹത്യ ചെയ്തു, ഇതുപോലെ ഗനീമത്ത് സ്വത്തിൽ നിന്ന് വീതിക്കുന്നതിന് മുമ്പ് എടുത്തു, ഇങ്ങനെയുള്ള ആളുകൾ നിസ്കരിച്ചിട്ടില്ല എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചോ ഇല്ലയോ എന്ന് ഖിലാഫ് വന്നിട്ടുള്ള, സ്വഹാബികളുടെ ഇടയിലുള്ള റിവായത്തുകളിൽ ഖിലാഫ് വന്നിട്ടുള്ള ഒരു മസലയാണ് വ്യഭിചാരത്തിന്, വിവാഹിതനായ വ്യഭിചാരിയോ വ്യഭിചാരിണിയോ അവരുടെ മേലെ ഇസ്ലാമിക ലോകത്ത് നടപ്പിലാക്കുന്ന ഹദ്ദ് എന്താണ്? എറിഞ്ഞ് കൊല്ലലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ 2-3 സംഭവങ്ങൾ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീയെയും പുരുഷനെ അതുപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹദ്ദ് നടപ്പിലാക്കിയ ആളുകളുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നോ ഇല്ലയോ എന്നാണ് അടുത്ത ചർച്ച. വസഹ അൻഹു അന്നഹു സല്ല അലൽ ജുഹനിയ അല്ലതി റജമഹാ. സഹീഹായി കൊണ്ട് വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞ് കൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീ ജുഹനിയാണെന്നും ഗാമിദിയാണെന്നും 2 വിഭാഗങ്ങളാണ്, ഗോത്രങ്ങളാണ്. അതിൽപ്പെട്ട ആ സ്ത്രീയെ എറിഞ്ഞു കൊന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പിന്നെ വന്നിട്ടുണ്ട്. ഹദീസ് ഇങ്ങനെയാണ്, ഇങ്ങനൊരു സ്ത്രീ പിന്നെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ് അറിയിക്കുകയും പിന്നെ ആ അറിയിച്ചതിനെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നീ ഗർഭിണിയാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗർഭിണി നോക്കിയപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ വന്നപ്പോൾ കുട്ടി ജനിക്കട്ടെ, പ്രസവിച്ചിട്ട് വന്നാൽ മതി പറഞ്ഞു. പ്രസവിച്ച ആ കുട്ടിയുമായിട്ട് വന്ന് ഹദ്ദടപ്പിലാക്കണം സ്ത്രീ പറഞ്ഞു. അപ്പോൾ 2 കൊല്ലം മുല കൊടുക്കാൻ പറഞ്ഞു. അതിനുശേഷം ആ കുട്ടിയുടെ കയ്യിൽ ആ സ്ത്രീ ഒരു പിന്നെ റൊട്ടിയുടെ കഷ്ണം, ഭക്ഷണം കഴിക്കാൻ പാകമായിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി കയ്യിലൊരു റൊട്ടിയുടെ കഷ്ണം കൊടുത്ത് 2 വയസ്സ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് സ്വയം ആ ശിക്ഷ ചോദിച്ചു വാങ്ങിയതാണ്. പിന്നെ അപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയാണ്, ആരും അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, സ്വയം വന്ന് പറയാണ് ശിക്ഷ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ശിക്ഷ നടപ്പിലാക്കിയിട്ട് ജനാസ നിസ്കരിക്കുന്ന സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ചോദിക്കപ്പെട്ടു, തുസല്ലി അലൈഹ യാ നബിയല്ലാഹ് വഖദ് സനത്. വ്യഭിചാരിണിയായിട്ടുള്ള, വ്യഭിചരിച്ച ഒരു പെണ്ണിന്റെ മയ്യിത്ത് നിസ്കരിക്കാറോ ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന ലവസിഅത്ഹും. ആ പെണ്ണ് അവള് ചെയ്ത തൗബ എന്ന് പറഞ്ഞാൽ മദീനയിലെ 70 ആളുകൾക്ക് ആ തൗബ വീതിച്ചു കൊടുത്താൽ അവരുടെ പാപങ്ങൾക്കൊക്കെ അത് മതിയാകുന്നു. അത്രയും വലിയൊരു തൗബയാണ് ചെയ്തിട്ടുള്ളത്. കാരണം സ്വാഭാവികമായിട്ട് ആലോചിച്ച് നോക്കി, അവര് പിന്നെ ചെയ്ത തെറ്റ് ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ പരലോകത്തെ ഭയപ്പെട്ടിട്ട് തൗബ ചെയ്ത് ആ ശിക്ഷ എവിടെ നിന്ന് നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിന്റെ ആദ്യ സമയത്ത് ഒരാൾക്ക് എന്തുണ്ടാവും? വലിയ കുറ്റബോധം ഉണ്ടാവും. കാലം കഴിയുന്നതോറും എന്തുണ്ടാവും? കുറ്റബോധം കുറയും. പക്ഷെ ഈ സ്ത്രീ വന്ന് പിന്നെ അതിനുശേഷം കുട്ടിയെ പ്രസവിച്ച് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് വരികയാണ്. എന്തിന്? ആ ശിക്ഷ നടപ്പിലായി കിട്ടാൻ. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയും ഇതൊന്നുമല്ല, എറിഞ്ഞോട് കൊല്ലണം. എന്നെ എറിഞ്ഞു കൊല്ലുമെന്ന് അറിഞ്ഞിട്ട് അത് ചോദിച്ചു വാങ്ങാം. ഈ 2-3 വർഷക്കാലം അതേ അളവിൽ ആ സ്ത്രീ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ആ തൗബ വളരെ മഹത്തരമായിട്ടുള്ള തൗബ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിസ്കരിച്ചു എന്നുള്ളത് സഹിയായി വന്നിട്ടുണ്ട്. വഖ്തുലിഫ ഫീ മാഇസിൻ. എന്നാൽ മാഇസ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ആണ് ഖിലാഫ് വന്നിട്ടുള്ളത്.
മായിസ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കൊന്ന് പറയാം, കേൾക്കാത്ത ആളുകളുണ്ടാവും. മായിസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഒരിക്കൽ മായിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലെ ഞാൻ ത്വഹിർനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. റസൂലെ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യഭിചരിച്ചു പോയി, വിവാഹിതനാണ്, പക്ഷെ ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ ആരെങ്കിലും വ്യഭിചരിക്കുന്നുണ്ടോ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിച്ച് നടക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിന്റെ ഈ ശിക്ഷ നടപ്പിലാക്കിയ 2-3 സന്ദർഭങ്ങളെ വന്നിട്ടുള്ളത്. അപ്പൊ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോ ആദ്യം ശ്രദ്ധിക്കാതിരുന്നു. കാരണം എന്താണ്, തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയാണ്, പ്രിയപ്പെട്ട സ്വഹാബിയാണ്. മുആയിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് അങ്ങനെ പറയാണ്, എന്നെ ശുദ്ധീകരിക്കണം. റസൂൽ ശ്രദ്ധിക്കണില്ല. റസൂൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയിരിയാണ്. കാരണം അത് കേട്ട് ഉറപ്പായി കഴിഞ്ഞാൽ സ്വഹാബിനെ എന്ത് ചെയ്യേണ്ടി വരും, എറിഞ്ഞ് കൊല്ലേണ്ടി വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ മതി, തൗബ ചെയ്തിട്ട്. അതിനുമുമ്പ് ചില റിവായത്തുകൾ കാണാം, പിന്നെ പിന്നെ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിനോടൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ തൗബ ചെയ്തിട്ട് മടങ്ങിക്കോ, ആരെ അറിയിക്കാൻ നിൽക്കണ്ട, നീ തൗബ ചെയ്തോ എന്നുള്ളതൊക്കെ. അതായത് ഇപ്പോൾ വ്യഭിചാരത്തിന് ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ ഒന്നെങ്കിൽ അയാൾ സ്വയം അംഗീകരിച്ച് വന്ന് പറയണം, 2 അല്ലെങ്കിൽ 4 സാക്ഷികൾ കണ്ടിട്ട്, ദൃക്സാക്ഷികൾ കണ്ടിട്ട് വന്ന് പറയണം, ഇന്ന ആള് വ്യഭിചരിച്ചിട്ടുണ്ട്, ഇന്ന സ്ത്രീ വ്യഭിചരിച്ചിട്ട് സാക്ഷികൾ വന്ന് പറയണം. അതല്ലെങ്കിൽ എന്തെങ്കിലും അലാമത്തുകൾ, ഇപ്പോൾ സ്ത്രീ ആണെങ്കിൽ ഗർഭിണിയാവുകയോ ഒക്കെ ഉണ്ടാവണം. വിവാഹിത ആണെങ്കിൽ നമുക്ക് അതും പറ്റൂല, വ്യഭിചരിച്ച പറയാൻ പറ്റില്ല. ഭാര്യ വ്യഭിചരിച്ച് ഭർത്താവ് മാത്രം കണ്ടാൽ പോലും എന്ത് പറ്റൂല, ഇത് പറയാൻ പറ്റൂല. ഒരു 4 സാക്ഷികൾ വേണം. ഭർത്താവിന് പിന്നെ ഇത് പറയാന്ന് മാത്രമല്ല, നടത്താം. 4 തവണ പറഞ്ഞിട്ട് 5-ാമത്തെ തവണ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്റെ നല്ല ശിക്ഷ അടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ അള്ളാന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടക്കുള്ളൂ. ഈ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് കാലത്തൊരു വിലയില്ലാത്തൊരു കാര്യമാണ് എന്തെങ്കിലും ഒരാളുടെ മേലെ വ്യഭിചാര ആരോപണം നയിക്കുക എന്നുള്ളത്. ഒരു വിലയില്ലാത്തൊരു കാര്യമായിട്ടാണ് ഇന്ന് കാലത്ത് മാറിയിട്ടുള്ളത്. എന്തെങ്കിലും ചെറുത് കേൾക്കുമ്പോഴത്തേനും പറഞ്ഞുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അത്രയും ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ശ്രദ്ധിക്കാതെ വിടുകയാണ്. അപ്പൊ വീണ്ടും മുആയിസ് റളിയല്ലാഹു അൻഹു പോകുന്നില്ല. അതായത് ഇന്നെ എറിഞ്ഞു കൊല്ലണം എന്നാ വന്നിട്ട് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, മുആയിസ് കള്ളം എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ നോക്കി നോക്ക്, കള്ളു കുടിച്ചിട്ട് മത്ത് കാരണം പറയുകയാണോ എന്ന് നോക്കി നോക്ക്, ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വഹാബികൾ നോക്കിയിട്ട് പറഞ്ഞില്ല, കള്ളം കുടിച്ചിട്ടില്ല റസൂലെ, നല്ല ബോധത്തിലാണ് പറഞ്ഞു. അങ്ങനെ സ്വയം ഏറ്റു പറഞ്ഞ് അംഗീകരിച്ച് വന്നപ്പോൾ പിന്നെന്താ വഴിയുള്ളൂ, ശിക്ഷ നടപ്പിലാക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പിലാക്കാൻ കൽപ്പിക്കുകയും മുആയിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല്ലുകയും ഉണ്ടായി. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചിട്ടില്ല, ആരാടാ സ്ത്രീ എന്ന് അന്വേഷിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ ഉണ്ടാവുക, ഒരാൾ വിചാരിച്ചു പറഞ്ഞാൽ ഏറ്റു പറഞ്ഞാൽ എല്ലാവർക്കും അന്വേഷണം ഏതാ ഉണ്ടാവുക, ഏതാ സ്ത്രീ എന്ന് അന്വേഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചിട്ടില്ല. അവരാണ് പിന്നീട് വന്ന സ്ത്രീ എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. അപ്പോ പിന്നെ മുആയിസ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ എറിഞ്ഞു കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മുആയിസ് റളിയല്ലാഹുവിന്റെ ആ തെറ്റ് വേണമെങ്കിൽ മുആയിസ് റളിയല്ലാഹുവിന് മറച്ചു വെച്ച് തൗബ ചെയ്തിട്ട് അങ്ങനെ പോയാൽ മതി. പക്ഷേ പരലോകത്ത് ഇവിടെ ഞാൻ എറിഞ്ഞ് കൊല്ലുന്ന ശിക്ഷ നടപ്പിലാക്കിയാലും പരലോകത്ത് രക്ഷപ്പെടുമല്ലോ. കാരണം ദുനിയാവിലൊരു തിന്മയ്ക്കൊരു ഹദ് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് പരലോകത്ത് അതിന്റെ മേലെ എന്തുണ്ടാവില്ല, കുറ്റം ഉണ്ടാവില്ല. ഒരാൾ ദുനിയാവിൽ കട്ടെടുത്തു, അവന്റെ കൈ വെട്ടി, പിന്നെ ആ വിഷയത്തിൽ അവൻ എന്തില്ല, പരലോകത്ത് കുറ്റം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ മദ്യപിച്ചു, ചാട്ടവറടി കിട്ടി, ആ കുറ്റത്തിന് ആ ശിക്ഷ ഹദ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് അതിന്റെ മേലെ എന്തുണ്ടാവില്ല, അവന് കുറ്റം ഉണ്ടാവില്ല. അപ്പൊ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം ഏറ്റു പറഞ്ഞതാണ്. വളരെ മുആയിസ് തൗബ നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പരലോകത്തിൽ അത്രയും വിശ്വാസം ഉണ്ടായിട്ടാണ്. പാപം സംഭവിക്കുക എന്നുള്ളത് മനുഷ്യനൊരു ശഹ്വത്തിന്റെ ഗലബത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ തൗബ ചെയ്യാൻ അവിടെ ഇങ്ങനെ വാങ്ങാന്നുള്ളത് പറ്റുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. മുആയിസ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ പിന്നെ ശിക്ഷ നടപ്പിലാക്കി. ഈ മുആയിസ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ
എന്തുണ്ട്, ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ ആ സ്ത്രീയുടെ വിഷയത്തിൽ സ്വഹീഹ് ആയിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ എന്താണെന്നുള്ള ചർച്ച പറയാണ് ഇബ്നു ഖയ്യിം. ലാ തആറുദ ബൈന അൽഫാദിഹി ഫഇന്ന സ്വലാത്ത ഫീഹി ഹിയ ദുആഉ. ഇവിടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ദുആ ആണ്, പൊറുക്കലിന്റെ ദുആ ആണ്. വതർക സ്വലാത്തി അലാ തർകുഹാ അലാ ജനാസതിഹി തഅദീബൻ വതഹ്ദീറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതെ ഒഴിവായിട്ട് നിന്നിട്ടുണ്ട് എന്നെങ്കിൽ അതെന്താണ്, അതിന്റെ ഗൗരവം അറിയിക്കാനാണ്. അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ടാവും, ദുആ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നിസ്കരിക്കാത്ത എന്തുകൊണ്ടാണ്, അതിനൊരു താക്കീത് എന്നോണമാണ്. വൈമാ അൻ യുഖാൽ, അല്ലെങ്കിൽ പറയപ്പെടുന്നത് ഇദാ തആറദത് അൽഫാദുഹു ഉദില അൻഹു ഇലൽ ഹദീസിൽ ആഖർ. അതാ ഒരു വിഷയത്തിൽ, ഒരു ഹദീസിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു ഹുക്മിന്റെ വിഷയത്തിൽ നമുക്ക് ഇങ്ങനെ രണ്ട് അഭിപ്രായം വന്നു കഴിഞ്ഞാൽ സ്വഹീഹായി വന്നിട്ടുള്ള മറ്റൊരു അഭിപ്രായത്തിലേക്ക്, ആ വിഷയത്തിൽ വന്നിട്ടിലേക്ക് മടങ്ങലാണ് ഖൈറായിട്ടുള്ളത്. അപ്പോ ഇവിടെ നിസ്കരിച്ചോ ഇല്ലയോ എന്നുള്ള ഖിലാഫ് ഉണ്ടെങ്കിൽ, ആ സ്ത്രീയുടെ വിഷയത്തിൽ നിസ്കരിച്ചു എന്നുള്ളത് സ്വഹീഹായിട്ടും വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഏതാണോ സ്വീകരിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതും സുരക്ഷിതമായിട്ടുള്ളതും, നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കരിക്കാം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ എളുപ്പമായിട്ടുള്ള മാർഗം. അപ്പോൾ അങ്ങനെയുള്ള ഹദ് നടപ്പിലാക്കിയവരുടെ മേലെ നിസ്കരിക്കാമെന്ന്, നിസ്കരിച്ചിട്ടുണ്ട് അത് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം. ഇനി വകാന ഇദാ സ്വല്ല അലൈഹി തബിഅഹു ഇലൽ മഖാബിരി മാഷിയൻ അമാമഹു. ഇനി ഈ ജനാസയെ ഖബറിലേക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ഖബറിലേക്ക് മറമാടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്തിന്റെ മുൻപിലായിക്കൊണ്ട് നടക്കാറാണ് ചെയ്യാറുണ്ടായിരുന്നത്. അന്ന് ആംബുലൻസും ഇതൊന്നുമില്ലല്ലോ, അല്ലാതെ കൊണ്ടുപോകല്ലേ ചെയ്യാം. ഇന്നും ചില നാടുകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മുൻപിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നിരുന്നത്. വസുന്ന ലിറാകിബി അൻ യകൂന വറാഅഹ. ഇനി ആരെങ്കിലും വാഹനപ്പുറത്താണ് ഈ ജനാസയെ പിന്തുടരുന്നത് എങ്കിൽ, ഒപ്പം വരുന്നത് എങ്കിൽ, വാഹനത്തിലുള്ളവർ ജനാസയുടെ പിന്നിലും നടക്കുന്നവർ മുൻപിലും വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ടാണ് നടക്കേണ്ടത്. വൈൻ കാന മാഷിയൻ അൻ യകൂന ഖരീബൻ മിൻഹ. ഈ മയ്യിത്തിനോട്, ജനാസയോട് ഏറ്റവും അടുത്ത നിലക്കാണ് നടക്കേണ്ടത്. ഇമ്മാ ഖൽഫഹ ഔ അമാമഹ ഔ അൻ യമീനിഹ ഔ അൻ ശിമാലിഹ. മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും വലത്താണെങ്കിലും ഇടത്താണെങ്കിലും ഈ ജനാസയോട് അടുത്ത് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. വകാന യഅ്മുറു ബിൽ ഇസ്റാഇ ബിഹാ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുമായിരുന്നു വേഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഹത്താ ഇൻ കാനൂ ലയർമുലൂന ബിഹാ റമല. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വഹാബികൾ വേഗത്തിൽ കാലിടിച്ചിട്ട് ഓടൂലേ, നടത്തുന്നത് വിടുകയും ചെയ്തൊന്നും ഓട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള രൂപമുണ്ടല്ലോ. അങ്ങനെയായിരുന്നു ജനാസ കൊണ്ടുപോയിരുന്നത്. അല്ലാതെ പതുക്കെ നടന്നിട്ടല്ല, വേഗത്തിൽ കൊണ്ടുപോയിരുന്നു. അങ്ങനെ കൊണ്ടുപോകാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അസ്രിഉ ബിൽ ജനാസ. നിങ്ങൾ ജനാസ എന്ത് ചെയ്യുക, വേഗത്തിൽ കൊണ്ടുപോവുക. ഫൈൻ തകു സാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമുനഹ. അത് നല്ലൊരു മയ്യിത്താണ് എങ്കിൽ അവന് ഖൈറായിട്ടുള്ള കാര്യത്തിലേക്ക് വേഗം പോവാണ്. ഖബറിലെത്തി കഴിഞ്ഞാൽ അവന്റെ സ്വർഗീയ സ്ഥാനവും ഇതെല്ലാം കണ്ടിട്ട് അവന് സുഖമാണ്. വൈന്യക്കു സിവാദാലിക്. ഇനി മോശപ്പെട്ട ഒന്നാണ്, നരകാവകാശിയാകുന്ന ഒന്നാണ് എങ്കിൽ ഫശറുൻ തളഊനഹു അൻ റിഖാബിക്കും. നിങ്ങൾക്ക് ആ ഭാരം വേഗം എടുത്തു വെക്കാൻ പറ്റും. മയ്യിത്തേറ്റി നടക്കണ്ടേ. അപ്പോ ഷെറ് പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അത് വേഗം ഒഴിവാക്കാൻ പറ്റും. ഖൈറാണെങ്കിൽ അവൻ ആ ഖൈറിലേക്ക് വേഗം എത്തിക്കാനും പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ധൃതിയിൽ ജനാസയെ കൊണ്ടുപോവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കൽപ്പിച്ചിരുന്ന കാര്യമാണ്. വളരെ കുറവാണ് തോന്നുന്നു ഈ ജനാസ. അധികവും ആംബുലൻസിലാണ് കാണുന്നത്. അടുത്തുള്ള മഖ്ബറയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണുന്നുള്ളൂ. അധികം ആംബുലൻസിലും മറ്റൊക്കെയാണ് പതിവും കാണാറ്. വകാന യംശി ഇദാ തബിഅഹ. ഇനി ജനാസയെ പിൻപറ്റുമ്പോൾ, ഒപ്പം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കാറാണ് ഉണ്ടായിരുന്നത്. വാഹനപ്പുറത്തല്ല, അവിടുന്ന് നടക്കാറാണ് ഉണ്ടായിരുന്നത്. വയഖൂൽ, എന്നിട്ട് അവിടുന്ന് പറയുമായിരുന്നു, ലം അകുൻ ലി അർകബ വൽ മലായികതു യംശൂൻ. മലക്കുകൾ നടക്കുമ്പോൾ ഞാൻ വാഹനമൃഗത്തിന്റെ മുകളിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലക്ക് പറയാറുണ്ടായിരുന്നു. അഥവാ ജനാസയുടെ ഒപ്പം മലക്കുകൾ നടന്നിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ വാഹനപ്പുറത്ത് പോകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ഫൈദൻ സറഫ റുബ്ബമ റകിബ. എന്നാൽ മറമാടിയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്, വാഹനപ്പുറത്തൊക്കെ കയറി വരാറുണ്ട്. കാരണം അവിടെ ഉദ്ദേശം തീർന്നു. ജനാസയെ പിൻപറ്റുമ്പോൾ മലക്കൾ നടക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് നടന്നു പോകാറുണ്ട്. മറമാടിയതിനു ശേഷം ആ കാര്യം തീർന്നു. അപ്പൊ തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനമൃഗത്തിലൊക്കെ വരാറുണ്ടായിരുന്നു. വകാന ലാ യജ്ലിസു ഹത്താ തുളഅ. ജനാസ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജനാസ വെക്കുന്നത് വരെ,
ഖബറിൽ വെക്കുകയാണെന്നും പറഞ്ഞ അഭിപ്രായം കാണാം. അതല്ല അല്ലാതെ വെക്കുന്നവരെയും ഒപ്പം നടക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാറുണ്ടായിരുന്നില്ല. വഖാല, അവിടുന്ന് പറഞ്ഞിരുന്നു, ഇദാ തബിഅതുമുൽ ജിനാസ, നിങ്ങൾ ജനാസയെ ഒപ്പം പോവുകയാണെങ്കിൽ ഫലാ തജ്ലിസു ഹത്താ തുളഅ, ആ ജനാസ വെക്കുന്നവരെ നിങ്ങൾ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു. ആ വെക്കൽ രണ്ടർത്ഥത്തിൽ ഉലമാക്കൾ പറയാറുണ്ട്. ഒന്ന് ഖബറിൽ വെക്കുന്നതിനാണ്, അതല്ല താഴത്തെ എവിടെയെങ്കിലും വെക്കുന്നതാണ് എന്ന് പറയാം. താഴത്തെ എവിടെയെങ്കിലും വെക്കലാണ് കൂടുതൽ ശരിയായിട്ട് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. വലം യകുൻ മിൻ ഹദിഹി അസ്സലാത്തു അലാ കുല്ലി മയ്യിത്തിൻ ഗായിബിൻ. അപ്പൊ ജനാസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവച്ച് പറഞ്ഞു. ഇനി വേറൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഗായിബായ മയ്യിത്തിന് എല്ലാ മയ്യിത്തിനും നിസ്കരിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയല്ല. അതോ ജനാസ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? മയ്യിത്ത് മുന്നിലുണ്ടായിട്ടുള്ള അവസ്ഥയിലാണ് ജനാസ നിസ്കരിക്കാറുള്ളത്. എന്നാൽ മയ്യത്ത് ഇവിടെ ഇല്ലാതെ വേറെ ഏതോ നാട്ടിൽ ഒരാൾ മരിച്ചു, അപ്പൊ നമ്മുടെ ആരെങ്കിലും ഗൾഫിലോ അല്ലെങ്കിൽ വേറെ ഏതോ സ്ഥലത്ത് മരിച്ചു, അപ്പൊ നമുക്ക് ഇവിടെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി ഗായിബായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? മയ്യത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. വസഹ അൻഹു, അവിടുന്ന് സഹീഹായി ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് അന്നഹു സ്വല്ല അലൻ നജ്ജാശി സ്വലാത്തഹു അലൽ മയ്യിത്ത്. നജ്ജാശി രാജാവ്, അബ്സീനിയയിലെ ഹബിഷയിലെ രാജാവ് മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അഥവാ അതാണ് സ്ഥിരപ്പെട്ട് ഗായിബായ മയ്യത്തിന് നിസ്കരിച്ചായിട്ടുള്ളത്. അബ്സീനിയയിലെ ചരിത്രം നമുക്കറിയാം. ഹിജ്റ നുബുവത്തിന്റെ 5-ാം വർഷം മക്കയിലെ മുശ്രിക്കുകളുടെ ഉപദ്രവം വളരെ കടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം സഹാബികളോട് എന്ത് പറഞ്ഞു? നിങ്ങൾ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയിക്കോളാൻ പറഞ്ഞു. അവിടെ നല്ല രാജാവ് ഉണ്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സഹാബികൾ അവിടെ അബ്സീനിയയിലേക്ക് പോവുകയും നസ്രാനി ആയിരുന്നു നജ്ജാശി. അവിടെ എത്തി അവരുമായി സംസാരിക്കുകയും മുശ്രിക്കുകളെ ആളുകളെ അയച്ചിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുന്ന് നജ്ജാശി രാജാവിന് ഇവർ പറഞ്ഞത് ശരിയാണ്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സൂറത്ത് മറിയം പാരായണം ചെയ്തു കൊടുക്കുകയും ഇവർ പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് നല്ല താമസ സൗകര്യമൊക്കെ കൊടുത്തു മുസ്ലിമീങ്ങൾക്ക്. അങ്ങനെ നജ്ജാശി രാജാവ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അല്ല, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ, അബൂ സുഫിയാന്റെ മകളായിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുന്നത് നജ്ജാശി രാജാവാണ്. അവിടെ നിക്കാഹ് നടത്തി കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങനെയാണ് വിവാഹം നടക്കുന്നത്. അപ്പൊ ആ നജ്ജാശി രാജാവ് അവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ അവിടെ നിസ്കരിക്കാൻ ആരുമില്ല. അവിടെ മുസ്ലിങ്ങളൊക്കെ പിന്നീട് മദീനയിലേക്കൊക്കെ ആയിട്ട് പോരുകയും തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ അവിടെ ആരും നിസ്കരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാതെ എന്ത് ചെയ്തിട്ടില്ല? ഗായിബായ മയ്യത്തിന് നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഉലമാക്കൾക്കറിയില്ല, മദ്ഹബിന്റെ ഇമാമികളിലും രണ്ടാളുകൾ നിസ്കരിക്കാമെന്നും രണ്ടാൾ നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ള അഭിപ്രായമുള്ളതാണ്. ഈ ഒരു ചർച്ചയാണത്. അതായത് ഗായിബായ മയ്യത്തിന് നിസ്കരിക്കൽ ഏത് സമയത്ത് നിരുപാധിക അനുവദനീയാണ്? ഒരു മയ്യത്ത് വേറൊരു നാട്ടിൽ മരണപ്പെട്ടു, മുസ്ലിമാണ്, ഒരാളും ആ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല നമ്മൾ അറിഞ്ഞു, ഒരാളും ആ മയ്യത്തിന് നിസ്കരിച്ചിട്ടില്ല നമ്മൾ അറിഞ്ഞു, നമുക്ക് എന്താണ്? നമുക്ക് നിസ്കരിക്കാം, അതിനൊരു കുറ്റമില്ല, അതിനൊരു കുഴപ്പമില്ല. എന്നാൽ ഒരു മയ്യത്ത് ഒരു നാട്ടിൽ നിസ്കരിച്ചിട്ടുണ്ട്, മുസ്ലിമുകൾ നിസ്കരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മഖ്സൂദ് നടന്നു, അവിടെ ലക്ഷ്യം നടന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ നാട്ടിലെ ആൾക്കാർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, വതർക്കുഹു സുന്നത്തുൻ കമാ അന്ന ഫിഅലഹു സുന്നത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു കാര്യം സുന്നത്താണെന്ന് പറയുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയ ഒരു കാര്യം എന്താണ്? സുന്നത്താണ്. സുന്നത്ത് തർക്കിയ എന്ന് പറയും. സുന്നത്ത് രണ്ട് രീതിയിലുണ്ട്, സുന്നത്തും ഫിഅലിയയും ഉണ്ട്, സുന്നത്തും തർക്കിയയും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു കാര്യം ചെയ്യലും സുന്നത്താണ്, ഒഴിവാക്കിയ ഒരു കാര്യം ഒഴിവാക്കലും സുന്നത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് വേറെ ആരും നിസ്കരിക്കാത്തത് കൊണ്ടും വഹി മുഖേന പ്രത്യേകം അറിയിക്കപ്പെട്ടത് കൊണ്ടുമാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇബ്നു ഖയ്യിം പറയാണ്, ഫൈൻ കാനൽ ഗായിബു മാത ഫീ ബലദിൻ ലം യുസല്ല അലൈഹി ഫീഹി സുല്ലി അലൈഹി. പിന്നെ ഫൈൻ നജാശിയ മാത ബൈനൽ കുഫാർ, കുഫാറുകൾക്കിടയിലാണ് നജ്ജാശി രാജാവ് മരണപ്പെട്ടത്. അവിടെ നിസ്കരിക്കപ്പെടാത്തത് കൊണ്ടാണ് അവിടെ നിസ്കരിച്ചത്. വേറെ കുറെ നാട്ടിലെ ആളുകൾ മരിച്ചിട്ട് അവിടെ നിസ്കരിക്കുന്നുണ്ട്, അത് പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഗായിബായ മയ്യത്തിന് നിസ്കരിക്കുക എന്നുള്ളത് അവിടെ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ദുആ ചെയ്താൽ മതി. നിസ്കാരത്തിന്റെ ഉദ്ദേശം എന്താണ്? ശരിക്ക്
ദുആ ആണ്. അത് നിസ്കാരമില്ലാതെയും ദുആ ചെയ്താൽ മതിയാകും. വസഹ അൻഹു, മറ്റൊരു കാര്യം, വസഹ അൻഹു അന്നഹു അമറ ബിൽ ഖിയാമി ലിൽ ജനാസതി ലമ്മാ മറത് ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കൽ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരു സംഭവം കാണാം. ജനാസ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. വസഹ അൻഹു അന്നഹു ഖഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ ജനാസ കൊണ്ടുപോകുമ്പോൾ എഴുന്നേൽക്കാതെ ഇരുന്നതായിട്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വഖീല അൽ ഖിയാമു മൻസൂഖുൻ. ഉലമാക്കൾ പറഞ്ഞു, അപ്പൊ നിൽക്കാനുള്ള കൽപ്പന ആദ്യത്തിൽ വന്നത് ഇരുന്നതോടുകൂടി നസ്ഖ് ചെയ്യപ്പെട്ടു. നിൽക്കേണ്ട ആവശ്യമില്ല, ഇരുന്നാലും കുഴപ്പമില്ല, ഇരുന്നാ മതി എന്നുള്ളത് ആണ് നിയമം. മറ്റേത് നസ്ഖ് ചെയ്തിട്ടുണ്ട്, ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. വഖീല, എന്നാ മറ്റു ചിലർ പറഞ്ഞു അൽ അംറാനി ജായിസാൻ. ജനാസ കൊണ്ടുപോകുമ്പോൾ നിൽക്കുകയും ചെയ്യാം, അതല്ല ഇരിക്കുകയും ചെയ്യാം. വഫിഅലുഹു ബയാനുൽ ഇസ്തിഹ്ബാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്, നിന്നതും ഒക്കെ നിൽക്കൽ അനുവദനീയമാണ് എന്ന് അറിയിക്കാനാണ്. വതർക്കുഹു ബയാനുൽ ജവാസി. എന്നാൽ നിൽക്കാതെ ഇരുന്നിട്ടുള്ളത് ഇരിക്കലും അതിന് അനുവദനീയമാണ് എന്ന് അറിയിക്കാനാണ്. വഹാദ ഔല. ഇതാണ് കൂടുതൽ ശരിയായിട്ടുള്ള വിഷയം. അതായത് ഈ രണ്ട് രീതിയിലും കാണാം. നിൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു, എന്നാൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇരുന്നിട്ടുണ്ട്. രണ്ടും ചെയ്യാം, രണ്ട് ചെയ്താലും കുഴപ്പമില്ല. വകാന മിൻ ഹദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ടതാണ് അല്ലാ യദ്ഫിനൽ മയ്യിത ഇൻദ തുലൂഇ ശംസി വലാ ഇൻദ ഗുറൂബിഹാ വലാ ഹീന ഖിയാമിഹാ. മൂന്ന് സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിത്തിനെ മറവ് ചെയ്യാർ ഉണ്ടായിരുന്നില്ല. മൂന്ന് സന്ദർഭത്തിൽ. അത് മൂന്ന് സന്ദർഭം നമുക്കറിയാം. നിസ്കരിക്കരുത്, ഒരാവശ്യമില്ല നിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സമയങ്ങൾ എപ്പോഴൊക്കെയാണ്? ഒന്ന്, സൂര്യൻ ഉദിച്ചത് മുതൽ തുലൂഉ ശംസ് ഉദിച്ചത് മുതൽ ഒരു പൂർണ്ണമായി ഉയരുന്ന ഒരു റമ്യ, അത് കുറച്ച് ഉയർന്നത് ആ സമയം വരെ. അതുപോലെ തന്നെ സൂര്യൻ നേരെ നടുവിലാകുന്ന സമയത്ത്, അതുപോലെ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഉള്ള ആ മഗ്രിബിന്റെ സമയം വരെ, ഫജ്റിന് ശേഷം സൂര്യൻ ഉദിക്കുന്ന ആ സമയം വരെ, നേരെ നടുവിൽ ദുഹറിന് തൊട്ടു മുമ്പുള്ള ആ സമയം, അതുപോലെ തന്നെ അസറിന് മുതൽ മഗ്രിബ് വരെ. ഈ മൂന്ന് സമയത്ത് എന്തില്ല? നിസ്കരിക്കാൻ വിരോധിച്ചിട്ടുള്ളതാണ്. ഇനി പ്രത്യേകം കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു, തഹിയ്യത്ത് പോലെയുള്ളത്. ഈ സമയത്തെ ഒന്നുകൂടിയും ഈ മൂന്ന് സമയത്തെ 5 ആയിട്ട് വീതിക്കാറുണ്ട്. ഇതേ മൂന്ന് സമയത്തെ 5 ആയി വീതിക്കാറുണ്ട്. അതായത് സൂര്യൻ ഉദിച്ചിട്ട് പൂർണ്ണമായി ഉദിക്കുന്ന വരെ സമയമുണ്ടല്ലോ, ആ ഉദിക്കുന്ന ആദ്യ സമയം എന്നുള്ളത് ഒരു ഭാഗം, അത് പിന്നെ അതിനെ 2 ആയി തിരിക്കും. ആദ്യ ഭാഗമെന്നും രണ്ടാമത്തെ ഭാഗമെന്നും. അതുപോലെ തന്നെ അസറിന് ശേഷമുള്ള സമയം അസ്തമിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു സമയമെന്നും അതിന് മുമ്പുള്ള ഒരു സമയം അങ്ങനെ തീർക്കും. അപ്പൊ 5 ഭാഗമാവും. സൂര്യൻ ഉദിക്കുന്ന സമയം, ഉദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ള സമയം, സൂര്യൻ നേരെ നടുവിലാകുന്ന സമയം, സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം, അസറിന് ശേഷമുള്ള സമയം, മഗ്രിബിനോട് അടുത്തിട്ടുള്ള അസ്തമിക്കുന്ന സമയം. ഇങ്ങനെ 5 ആക്കി തിരിക്കാറുണ്ട്. ഈ 5 ആക്കി തിരിച്ചതിൽ ഉദിക്കുന്ന ആദ്യ സമയമുണ്ടല്ലോ, ആ സമയത്തും സൂര്യൻ നേരെ നടുവിലാകുന്ന സമയത്തും മഗ്രിബിനോട് അടുത്ത് തൊട്ടു മുമ്പുള്ള സമയത്തും മറമാടൽ അഥവാ ദഫൻ ചെയ്യൽ, മയ്യത്തിനെ മറമാടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നില്ല. ആ 3 സമയത്ത് ചെയ്യരുത് എന്നുള്ളത് വന്നിട്ടുണ്ട്. നിരുപാധികം അസറിന് ശേഷമല്ല, ശ്രദ്ധിക്കണം. ചില ആളുകൾ അങ്ങനെ വിചാരിക്കാറുണ്ട്. നിരുപാധിക അസറിന് ശേഷം, നിരുപാധികം സൂര്യൻ ഉദിക്കുന്ന ഫജ്റിന് ശേഷം, അങ്ങനെയല്ല. ആ 2 സമയത്തെയും ഒന്നുകൂടി 2 ആക്കാറുണ്ട്. മഗ്രിബിനോട് അടുത്ത സമയമെന്നും ഫജ്റിന് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സമയമെന്നും മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ശേഷം കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിനുശേഷം കുഴപ്പമില്ല. ഈ 3 സമയങ്ങളിൽ ദഫൻ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് കാണാം. ഹദീസ് ആണ് സലാസു സമയത്ത് ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി അദ്ദേഹം പറയുന്നുണ്ട്, സലാസു സഅാത്തിൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാന അൻ നുസല്ലിയ ഫീഹിൻ ഔ അൻ നഖ്ബുറ ഫീഹിന്ന മൗതാന. ഈ 3 സമയത്ത് നിസ്കരിക്കരുത് എന്നും ഞങ്ങളിൽ മരണപ്പെട്ടവരെ ഖബറടക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോ ഈ സമയങ്ങളിൽ ഈ 3 സമയങ്ങളിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഖബർ കുഴിക്കുന്നതും ഖബറിന്റെ രൂപവും അതുപോലെ തന്നെ മഖ്ബറ സിയാറത്ത് ചെയ്യുന്നത്, അതുപോലെ ചില മസലകൾ കൂടി ജനാസയുടെ ഈ ഫസ്ലിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും
ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.